ക്രിസ്ത്യൻ മിഷണറിമാര് രാജ്യത്തിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ടി ജി പറയുന്നത്. പണം മേടിച്ച് അന്ന് സൗജന്യമായി കിട്ടിയിരുന്ന ഭൂമി അത് ഉപയോഗപ്പെടുത്തിയുമൊക്കെയാണ് വിദ്യാഭ്യാസം കൊടുത്തത് എന്നാണ് ടി ജി മോഹൻദാസ് പറയുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാർ അങ്ങനെയാണ് ചെയ്തത്. വളരെ കുറച്ച് വളരെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാത്തവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാവരും ഇത് കച്ചവടമായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇവിടെ കാണാൻ കാസ്റ്റ് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഈ മിഷണറിമാർ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ബ്രാഹ്മണനെ കാണുമ്പോൾ ശൂദ്രൻ എത്രയടി ദൂരത്ത് മാറി നടക്കണമായിരുന്നു, പറയനും പുലയനും എത്രയടി ദൂരത്ത് മാറി നടക്കണമായിരുന്നു. ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഉണ്ടാക്കിയ സ്കൂളുകളിൽ സവർണ കുട്ടികളെയും അവർണരായിട്ടുള്ള ആളുകളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ അവർ പ്രയത്നിച്ചപ്പോൾ സവർണരുടെ എതിർപ്പും പോലും അതിന് കഴിയാതെ അവർണർക്കായിട്ട് വേറെ സ്കൂൾ ഉണ്ടാക്കിയ ചരിത്രം പോലും ഇവിടെ ഉണ്ട്. അത് ടി ജി മോഹൻദാസ് അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ്. ഇനി ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഹെർമൻ ഗുണ്ടർട്ടിനെ പോലുള്ള ആളുകൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഗുണ്ടർട്ട് നിഘണ്ടു എഴുതി. ഗുണ്ടർട്ടിന്റെ സംഭാവന ഉദ്ദേശം എന്തായിരുന്നു? ബൈബിൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അതുപോലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ഇതൊക്കെ തുടങ്ങിയത് മതപരിവർത്തന ഉദ്ദേശം വെച്ചിട്ടായിരുന്നു. മതപരിവർത്തനത്തിന്റെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. രാജ്യസമാചാരം, പശ്ചിമോദയം പോലുള്ള പത്രങ്ങളും മതപ്രചരണത്തിന് വേണ്ടിയായിരുന്നു. ഇവരൊക്കെയാണല്ലേ തീർച്ചയായും മതത്തിലെ കാര്യങ്ങളോട് പറയുന്നുണ്ട് എന്ന് വെച്ച് മറ്റു കാര്യങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ്. അല്ല, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള, ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എത്ര കാര്യങ്ങൾ, അന്നത്തെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹെർമൻ ഗുണ്ടർട്ട് മിഷണറി ആയിരുന്നു. അദ്ദേഹത്തിന് മതപരിവർത്തന ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സുവിശേഷ പ്രചരണം എന്ന ലക്ഷ്യം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ സുവിശേഷ പ്രചരണം നടത്തുമ്പോൾ അത് ഒരു മനുഷ്യനും വിദ്യ നിഷേധിക്കപ്പെടരുതെന്നോ, എല്ലാ മനുഷ്യനും അത് ഒരുപോലെ കിട്ടണം, അത് ഈ പത്രമൊക്കെ എല്ലാവരും വായിക്കണമെന്നും എല്ലാവരിലേക്ക് ആ അറിവെത്തണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടല്ലേ അദ്ദേഹം അത് ചെയ്യുന്നത്. ആ സേവനത്തെ എങ്ങനെയാണ് കുറച്ച് കാണാൻ പറ്റുന്നത്? ടി ജി അതുപോലെ ബെഞ്ചമിൻ ബേലി, മലയാളം ഇംഗ്ലീഷ്, ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ടാക്കിയ ബെഞ്ചമിൻ ബേലിയുടെ ഉദ്ദേശം എന്തായിരുന്നു? മതപരിവർത്തനമാണോ അങ്ങനെ നിഘണ്ടു ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം? വായിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായി എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ബൈബിളിലുണ്ട്, യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുണ്ട്. ആ ദർശനം ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിഘണ്ടുവൊക്കെ ഉണ്ടാക്കി ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടായിരുന്നത്. CMS കോളേജ് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതാണ് പിന്നീട് CMS കോളേജായിട്ട് മാറിയത്. എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാൻ അവസരം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ലേ CMS കോളേജൊക്കെ പിന്നീട് ഉയർന്നത്. അതവിടെ ജാതി മത വർണ്ണ വർഗ വിവേചനം ഇല്ലാതെ നടത്തിയില്ലേ? എല്ലാവരെയും ക്രൈസ്തവതയിലേക്ക് മതം മാറ്റുകയാണോ ബെഞ്ചമിൻ ബേലി ചെയ്തത്? അപ്പൊ ഹെൻറി ബേക്കർ ജൂനിയർ അടിമകളെ ദത്തെടുത്ത് അവരെ സംരക്ഷിച്ച ഹെൻറി ബേക്കർ ജൂനിയർ തീർച്ചയായും ക്രിസ്തീയ സന്ദേശം അവരോട് പറഞ്ഞു, സത്യമാണ്. അപ്പൊ തന്നെ അടിമത്ത വ്യവസ്ഥയെ അവസാനിപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇടപെട്ടെ. ചാൾസ് മീഡ്, കേണൽ മൺറോ, ചാൾസ് മീഡിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അടിമ കുട്ടികളെ ദത്തെടുത്ത് പോലും അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ പഠിക്കാനായിട്ട് സ്കൂളുകൾ ഉണ്ടാക്കി. ഇതിനു വേണ്ടി വിദ്യ നൽകാൻ, ജാതി വർണ്ണ വർഗ വിവേചനമില്ലാതെ എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തണം.